ഇതിൽ നീതി നിഷേധമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എന്തെങ്കിലും ഒരു തെളിവ് ഇത് മുമ്പും നമ്മൾ പല ഉദാഹരണങ്ങളും ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഈ വിചാരണ തടവുകാരായി ദീർഘകാലം കഴിയുന്നതിനെതിരെ കോടതികൾ പല ആവർത്തി ഇത്തരം സാഹചര്യത്തിനെതിരെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ വിചാരണ തടവുകാരായി കൊണ്ടുചെന്നിടാൻ തക്കവണ്ണമുള്ള നിയമങ്ങളും വ്യവസ്ഥയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതായത് എന്തെങ്കിലും ഒരു തെളിവ്, സോളിഡായ എവിഡൻസ് ഇതുവരെ ഹാജരാക്കാൻ ഇതുവരെയുള്ള വാദങ്ങളിൽ നിന്ന്, ഇതുവരെ സുപ്രീം കോടതിയിൽ നടന്ന വാദങ്ങളിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ, ഒരു കോടതികളിൽ നിന്ന് നടന്ന വാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആകെപ്പാടെ പറയുന്നത് എന്താണ്? അമരാവതി പ്രസംഗത്തിൽ, ഈ 2020 നടത്തിയ പ്രസംഗത്തിൽ, അതായത് ട്രംപ് വരുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗത്തിൽ ചില ആഹ്വാനങ്ങൾ ഉണ്ടായി, ഒമർ ഖാലിദിൻ്റെതായി എന്നുള്ളതാണ്. ആ ആഹ്വാനങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ ഇൻകുലാബ് എന്ന് പറഞ്ഞു, മനസ്സിലായില്ലേ? ക്രാന്തിയെക്കുറിച്ച് എന്തൊക്കെയോ ചെറിയ അത്തരം ചക്ക ജാം, അതായത് ഈ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, അതായത് ട്രംപ് വരുമ്പോൾ അവിടെ മൊത്തം ഈ രാജ്യത്തെ നാണം കെടുത്തുന്ന തരത്തിലുള്ള വലിയ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു ഒരു പ്രസംഗത്തിൽ. ഇത് പറഞ്ഞു എന്നുള്ളതിനപ്പുറം ഈ ഇൻകുലാബ് എന്നുള്ള പ്രയോഗങ്ങൾ, റവല്യൂഷൻ എന്നുള്ള പ്രയോഗം നടത്തി എന്നതൊക്കെയാണ് അവിടെ, ഈ പ്രയോഗങ്ങളൊക്കെ വന്നു ആ പ്രസംഗത്തിൽ എന്നുള്ളതാണ് കോടതിയിൽ പറയുന്ന കാര്യം. ഇത് കേരളത്തിലൊക്കെ ഈ സമാനമായ കാരണങ്ങൾ ചുമത്തി ഒരാളെ UAPA ചുമത്തി അകത്തിടാനാണെങ്കിൽ കേരളത്തിൽ എത്ര പേരെ പിടിച്ച് അകത്തിടേണ്ടി വരുമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം അതായത് ഇത് വളരെ സ്വാഭാവികമായി ഒരു പ്രതിഷേധ വേദിയിൽ പറയുന്ന CAA NRC പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിലാണ് സ്വാഭാവികമായും ഉണ്ടാകാവുന്ന പ്രയോഗങ്ങൾ മാത്രമാണല്ലോ. ഇനി ഇതൊരു ഗൂഢാലോചന നടത്തി എങ്ങനെയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ ആ മട്ടിലൊരു ഗൂഢാലോചന, ഒരു കലാപത്തിനുള്ള ഗൂഢാലോചന ഉണ്ടായി എന്ന് സ്ഥാപിക്കാൻ കഴിയുക?